ഈ വെള്ളം കണ്ടാൽ മുങ്ങും മുടി. ആകെ നടക്കുകയാണ്, എല്ലായിടത്തും നടക്കുകയാണ്. അതുകൊണ്ട് തീർന്നില്ല, ഈ മുടി ഇങ്ങനെ ആടുമല്ലോ, മുടി ഇങ്ങനെ ആടും. എപ്പോ? ദിക്റ് കേട്ടാൽ ആടുന്ന മുടിയാണ്. അതാ ഞാൻ പറഞ്ഞത്, ആടും മുടി ചാടും മുടി. മുടിക്കെന്താ പ്രത്യേകത? ഈ മുടിക്കെട്ടിന്റെ അടുത്ത് വെച്ചിട്ട് ഇങ്ങനെ മൗലൂദ് ഓതിയാൽ മുടി ഇങ്ങനെ ആടും. ഒരു മുലിയാർ ഇങ്ങനെ തന്നെ കാണിക്കണം കേട്ടോ, ഇങ്ങനെ തന്നെ കാണിക്കണം, മുടി ഇങ്ങനെ ആടും. എന്നിട്ട് അദ്ദേഹം പറയുന്നു, മൗലിദ് ഓതാൻ തുടങ്ങിയാൽ, റസൂലുള്ളാഹിന്റെ മദ്ഹ് ചൊല്ലാൻ തുടങ്ങിയാൽ കൂടി നിൽക്കുന്ന ഈ ഷഅറ് മുബാറക്ക് അത് പിരിഞ്ഞിളകുന്നതാണ്. അതിങ്ങനെ ചാഞ്ഞും ചെരിഞ്ഞും കൊണ്ടുമിരിക്കും, ജീവനുള്ള പോലെ. മൗലിദ് തുടങ്ങിയാൽ അദ്ദേഹം വെല്ലുവിളിക്കുന്നു, ഇത് കാണിച്ചു തരാമെന്ന് പറയുന്നു. സഹോദരന്മാരെ, തന്റെ വീട്ടിലുള്ള ഷഅറ് മുബാറക്ക് ഫാന് കൊണ്ടല്ല തിരിയുന്നത്. അതങ്ങ് മൗലിദ് ഓതാൻ തുടങ്ങിയാൽ അതിങ്ങനെ ചാഞ്ഞും ചെരിഞ്ഞുകൊണ്ടിരിക്കും. കൂടി നിൽക്കുന്ന മുടികൾ അടർന്നു നിൽക്കുന്നതാണ് മൗലിദും സലാത്തും ചൊല്ലിയാൽ. എത്ര അനുഭവങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ആ ഷഅറ് മുബാറക്ക് പുറത്തേക്കെടുത്താൽ കാർമേഘം വന്നതിന് തണലിട്ട് കൊടുക്കും. അദ്ദേഹം പറയുന്നു, എത്ര സംഭവങ്ങൾ, ആരോട് ഇതൊക്കെ പറയാൻ. കത്തിച്ചാൽ കത്തൂല, നിഴലില്ല, ഈച്ച വന്നിരിക്കൂല. അതുപോലെ തന്നെ ഒട്ടേറെ പ്രത്യേകതകൾ പറയുന്നു. അത് 3-4 ആകും. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഞാൻ എന്നിട്ട് പരിശോധിക്കും, തീ കത്തിച്ചിട്ട് എന്റെ ഒരു മുടിയെടുത്തിട്ട് ഞാൻ തീയിലേക്ക് കാണിക്കും, അത് കരിയും. എന്നിട്ട് പിന്നെ ഈ 3 ഒന്ന് വെച്ചിട്ട് കൂടുതൽ കണ്ട ഈ ഷാറ് ഓരോന്നെടുത്ത് തീയിൽ കാണിക്കും, ഒരു കരിയിലും സംഭവിക്കുന്നില്ല. അപ്പോൾ അത് റസൂലുള്ളാഹിന്റെ ഒരു ഷഅറിൽ നിന്നുണ്ടായ മറ്റ് ഷഅറുകളാണെന്ന് മനസ്സിലാക്കാം. അങ്ങനെ ഞാൻ എത്രയോ പരിശോധിച്ച അനുഭവം എനിക്കുണ്ട്. നിങ്ങൾ ആലോചിക്കൂ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരില്ലതാ എവിടെ നിന്നോ കൊണ്ടുവന്ന ഒരു മുടിയും കൊണ്ടുവന്നിട്ട് അത് നബി തങ്ങളുടെ മുടിയാണെന്ന് പറഞ്ഞാൽ അത് നബി തങ്ങളുടെ പേരിൽ കള്ളം പറയലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ കള്ളം പറയുന്നവന്റെ ഏറ്റവും വലിയ സീറ്റ് എവിടെയാണ്? നരകമാണ്. എന്നിട്ടോ അത് സൂക്ഷിച്ച കേന്ദ്രത്തിൽ ഒരു അറബി പയ്യൻ ഇങ്ങനെ വേണ്ടവർക്ക് ഇങ്ങനെ മുറിച്ചു കൊടുക്കുന്നു. കടയിൽ പോയാൽ ചൂടി മുറിച്ചു കൊടുക്കും പോലെ നബി തങ്ങളെ മുടിങ്ങനെ കത്രി തന്നെ മുറിച്ചു കൊടുക്കും. ഇതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഞെളിഞ്ഞ് നടക്കുക, ഞങ്ങൾ സുന്നത്ത് ജമാഅത്താണെന്ന് പറഞ്ഞിട്ട്. ഞങ്ങളാണ് നബി തങ്ങളെ സ്നേഹിക്കുന്നത് എന്ന് നിങ്ങൾ ഊറ്റം കൊള്ളുന്നുവല്ലേ? ഞങ്ങളെ നേതാവിന്റെ പേരിൽ ഇല്ലാത്ത മുടിയും കളവും പ്രദർശിപ്പിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റേതാണെന്ന് പറഞ്ഞിട്ട് അതിട്ട വെള്ളം നിങ്ങൾ കുടിപ്പിച്ചിട്ട് 1000 വാങ്ങുന്നുവല്ലേ? അത് സൂക്ഷിക്കാൻ വേണ്ടി ഉത്തമ കേന്ദ്രം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരു മുടിക്കെട്ടിടം ഉണ്ടാക്കുന്നുവല്ലേ? ഇസ്ലാമാണോ? നാളെ മഹ്ശറില്ലതാ പരലോകത്തെത്തുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ കള്ളം പറഞ്ഞവരതാ ഹൗദിൽ നിന്ന് കുടിക്കാൻ വേണ്ടി അതിന്റെ അടുത്തേക്ക് എത്തുമ്പോൾ നേതാവായ നബി തങ്ങൾ ഇതൊന്നും മനസ്സിലാക്കാതെ സ്നേഹം കൊണ്ട് വെള്ളം മുക്കിക്കൊടുക്കാൻ നേരത്ത് അള്ളാന്റെ സ്റ്റേ ഓർഡർ വരികയാണ്, തങ്ങളെ നബിയെ കൊടുത്തു പോകല്ല, ഈ ഖൗമിന് വെള്ളം കൊടുക്കല്ല. കാരണം എന്താണെന്നോ, അങ്ങയുടെ ശേഷം അങ്ങയുടെ ദീനിൽ ഇല്ലാത്തത് പറഞ്ഞു മാറ്റിമറിച്ച ഖൗമാണിവര്, കൊടുത്തു പോകല്ല എന്ന് പറയുമ്പോൾ നേതാവായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എങ്കിൽ സുഹ്ഖൻ സുഹ്ഖാ, പോടാ എന്റെ മുമ്പെന്ന് പറഞ്ഞുകൊണ്ട് ഹബീബ് അതാ ആട്ടിപ്പായിക്കുന്ന ഖൗമിൽ പെടണോ ഉമ്മമാരെ? ആ ജനങ്ങളിൽ പെടണോ ഉപ്പമാരെ? പെടേണ്ടെങ്കിൽ സൂക്ഷിച്ചോളണം. നബി തങ്ങളുടേതല്ലാത്ത ഒരു വാക്ക് നബിയുടേതാണെന്ന് പറയല്ല, അവിടുത്തേതല്ലാത്ത ഒരു വസ്തു അവിടുത്തേതാണെന്ന് പറയല്ല. അത് കുഫറിലേക്ക് എത്തിച്ചേരുന്നു. അവന്റെ സാക്ഷ്യം പോലും സ്വീകരിക്കാൻ പാടില്ലെന്ന് വരുന്നു. ഇപ്പോ സാധാരണ ചോദിക്കലുണ്ട്, മുജാഹിദിനെ പിന്നെ തുടരാൻ പാടില്ല എന്ന് പറയുന്ന ആൾക്കാർ ഇപ്പൊ പറയണി, ഇവരുടെ മുടിയെ എതിർത്തപ്പോൾ ഏപ്പിക്കാരി ഈക്കക്കാരെ നവബിദഴികൾ എന്നാ വിളിക്കുന്നത്. നവബിദഴികൾ എന്നാ പുതിയ പുത്തൻവാദികൾ. അപ്പൊ ചോദിക്കട്ടെ, നിങ്ങളുടെ ഈ നവബിദഴികളുടെ പിന്നിൽ തുടരാമോ? അവരെ കുട്ടികളെ കെട്ടാമോ? അവര് മരിച്ചാൽ ജനാസ നിസ്കരിക്കാമോ? ഈ നവബിദഴികൾ എന്ന് ഈക്കക്കാരെ വിളിച്ച ഏപ്പിക്കാര് മറുപടി പറയണം, മൂല്യന്മാര് മറുപടി പറയണം.
അത് സാധാരണ ജനങ്ങൾ ഇക്കാരെ പള്ളിയിൽ പോയി തുടർന്ന് നിസ്കരിക്കില്ലേ? ഒരു വിദേഹത്തുകാരാണ് ഇവനാട് കയറാൻ പറ്റുമോ? നിങ്ങളുടെ വീക്ഷണത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, എന്തൊക്കെയാണ് ദീനിന്റെ പേരിൽ പറഞ്ഞു വരുത്തുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ ഇല്ലാത്ത കഥകൾ പറയുന്നു എന്ന് മാത്രമല്ല, നബി തങ്ങൾ ഈ മുടി പ്രത്യേകം ഏൽപ്പിക്ക് കൊടുക്കാൻ വേണ്ടി ഏൽപ്പിച്ചതാണ് പോലും. ആലോചിച്ചു നോക്കണം. അഡ്രസ് ഉണ്ടാക്കണേ. കാന്തപുരം എന്ന് പറഞ്ഞാൽ അള്ളാന്റെ റസൂൽ തൃപ്തിപ്പെട്ടയാളാണെന്ന് വരുത്തി തീർക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അറബിക്ക് സ്വപ്നം കാണിച്ചു പോലും അബൂബക്കർ നീ മുടി കൊടുക്കണം. ഇതുവരെ അത് കൊടുക്കാതിരുന്നത് ഇതുവരെ നബി സ്വപ്നത്തിൽ പറയാത്തത് കൊണ്ടാണ്. ഇപ്പൊ അത് പറഞ്ഞതുകൊണ്ടാ അറബി കൊടുക്കുന്നത് എന്ന് അറബി ഉസ്താദിന്റെ കാതിൽ സ്വകാര്യം പറയുമ്പോൾ ഞാനും അവിടെ കേൾക്കാറുണ്ടായിരുന്നോ എന്ന് പേരോട്ടുകാരനും പറയുന്നു. നേരത്തെ ഉസ്താദിനോട് മഗ്രിബ് നിസ്കരിക്കുന്ന സമയത്ത് സ്വകാര്യം പറയുമ്പോൾ ഞാൻ സമീപത്തുണ്ടായിരുന്നു. സെനത് തരുമ്പോൾ നിങ്ങൾ ഒപ്പിട്ട് തരണമെന്നാണ് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞത്. മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു. ആ കണ്ടതനുസരിച്ച് അവിടുത്തേക്ക് ഇത് കൈമാറാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതുവരെ തരാതിരുന്നത്. ഇപ്പോൾ ഞാൻ കൈമാറാൻ പോകുന്നു. ചക്കിക്കൊത്ത ചങ്കരൻ തന്നെ. അതിലപ്പുറം എന്താ പറയല്ലേ? മൂപ്പര് വലിയ സാക്ഷിയായിട്ട് പറഞ്ഞു, ഞാൻ ഉണ്ടായിരുന്നു അവിടെ. എന്നാ മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്ന വിചാരിച്ച് മൂപ്പരുണ്ടായിരുന്നു. ആ പിള്ള വിശ്വാസം പോയി. നോക്കണം, ഈ രൂപത്തിലാണ് ഈ സമുദായത്തിന്റെ പേരിൽ അള്ളാന്റെ പേരിൽ കള്ളം പറയുന്നവർ, നബിതങ്ങളുടെ പേരിൽ കള്ളം പറയുന്നവർ. എന്നിട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അതേ എപ്പോഴും ഇവരിങ്ങനെ കാണുന്നു. എത്രത്തോളം ഈ മുസ്ലിയാരെ ഇങ്ങനെ പൊക്കിയിട്ട് നമ്മളൊക്കെ സാധാരണ എന്താ പറയാറുള്ളത്? നമ്മെക്കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോ നമ്മൾ എന്ത് പറയും? നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അള്ളാഹ് അറിയാതെ നടക്കൂല. ഞാൻ എന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിലെ നിങ്ങളെ അതല്ലേ പഠിപ്പിച്ചത്, എന്നെ അതല്ലേ പഠിപ്പിച്ചത്. അതേ അവസരത്തിൽ ഇപ്പൊ ഈ മൊയ്യാരെ പൊക്കിയിട്ട് ചില മുരീദന്മാര് ഏൽപ്പിക്കാരി ഇപ്പൊ അവസാനം എന്ത് പറഞ്ഞു വന്നോ? ഉസ്താദ് അറിയാതെ അള്ളാഹ് പോലും ഒരു കാര്യം ചെയ്യുന്നില്ല. അതിനെക്കാളും അപകടകരപ്പോ ഇപ്പൊ ഇവര് മഹാൻ പ്രസംഗിച്ചു ഒരു സീഡിയിലുള്ള ഭാഗ ഇപ്പൊ ഇങ്ങോട്ട് കാണാം. സാധാരണ നമ്മളൊക്കെ പറയാറുണ്ട്, നമ്മൾ ചെയ്യണ എന്ത് കാര്യം അള്ളാഹ് അറിയും. അള്ളാഹ് ചെയ്യണ എല്ലാ കാര്യവും നമ്മളറിയുന്ന ആരെങ്കിലും പറയാറുണ്ടോ? ഒരാളും പറയില്ല. എന്നാ കാന്തപുരത്തിന്റെ ആൾക്കാർ മൂപ്പരെ പൊക്കന്നെ, കാരണം എന്തെങ്കിലും അവിടെ സീറ്റ് കിട്ടുള്ളൂ, പല മെച്ചോണ്ട് മൂപ്പരെ ഉയർത്തിക്കൊണ്ടുവന്നാല് അവിടെ പറയാണ്, ഈ പ്രസംഗത്തിൽ പറയാണ്, പറഞ്ഞ് കാന്തപുര ഉസ്താദിന്റെ മഹത്വം പറഞ്ഞ് അതന്നെ ആ പ്രസംഗത്തിൽ ഉള്ളടക്കം പറഞ്ഞ് ലാസ്റ്റ് പറയാണ്, കാന്തപുരം ഉസ്താദ് അറിയാതെ അള്ളാഹു ഒന്നും ചെയ്യുകയില്ല പറയാൻ പോകുന്നു. ഏത് നന്മ ഇപ്പൊ നടക്കുന്നുണ്ടോ സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ അതിൽ നിന്നൊരു വിഹിതം ഉസ്താദിന്റെ ഏടിലുണ്ടായിരിക്കും. അള്ളാഹു ആ നേതൃത്വത്തിന് ദീർഘായുസ് നൽകുമാറാകട്ടെ. ഉസ്താദ് അറിയാതെ ഞാൻ അള്ളാഹു താൻ എവിടെ ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. ഉസ്താദ് അറിയാതെ ഞാൻ അള്ളാഹു താൻ എവിടെ ചെയ്യുന്ന എനിക്ക് തോന്നുന്നു. ഉസ്താദ് അറിയാതെ ഉസ്താദിനെ ബന്ധപ്പെടാതെ ഇവിടെ ഒരു ശൂന്യ വളരെ വ്യക്തമായി എവിടേക്കാണ് ഇവരെ പോക്ക്. നോക്കണം, കുഫറിലേക്കാ പോണം. അപ്പൊ ഇവിടെ എന്ത് കാര്യം അള്ളാഹ് ചെയ്യുന്നുണ്ടെങ്കിലും ഉസ്താദിനായിട്ടൊന്ന് മുശാവറ. ഉസ്താദ് അറിയാതെ ഇവിടെ ഒന്നും നടക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാ എന്നിടത്തോളം ഒരു ജാഹിൽ പറയുമ്പോ ഈ സമുദായം, ഈ ആളുകളുടെ രൂപവും കോലമൊക്കെ കണ്ടിട്ട് ഇവരാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന് തെറ്റിദ്ധരിക്കല്ലേ? എന്താ നിങ്ങൾ മനസ്സിലാക്കി? ഇതൊക്കെ നിസ്സാര കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ഇടക്കിടക്ക് ഇങ്ങനെ വന്ന് സംസാരിക്കും. കുണ്ടൂര് മദീനത്തേക്ക് പോയി. കുണ്ടൂർ ശൈഖ് കണ്ടിട്ടായുണ്ട്, അത് പറഞ്ഞില്ലേ, കൗലിയാക്കന്മാര് വരെ. അങ്ങനെ മൂപ്പര് മദീനത്ത് പോയപ്പോ മൂപ്പര് ഒരിക്കൽ പറഞ്ഞു, ഞാൻ ഇങ്ങോട്ട് വരൂല നബിയെ, ഒന്നും ഉണ്ടായിട്ടല്ല, ഇവിടെ ഭയങ്കര തിരക്കാ. മദീനത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറിന്റെ ഭാഗത്തേക്ക് തിരക്ക് കാരണത്താൽ വരൂലാന്ന് മൂപ്പര് ഒരിക്കൽ അവിടെ പറഞ്ഞിരുന്നു. പിറ്റേ കൊല്ലം മൂപ്പര് പോയപ്പോ അവിടേക്ക് ഇങ്ങനെ നോക്കി, നല്ല തിരക്കാണ്. പോകാതെ നിന്നപ്പോൾ നബി തങ്ങളതാ ഖബറിന്ന് പുറത്തേക്ക് വരുന്നു. സ്വപ്നമല്ല, ഉണർച്ചയിൽ തന്നെ. ഇങ്ങോട്ട് വന്നിട്ട് പറയുന്നു, വാ ഇങ്ങോട്ട് വാ,